മോർണിംഗിൽ വിളക്ക് കത്തിച്ചതാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം കാണാം. അതുപോലെ തന്നെ കത്തിച്ച് വെച്ച നല്ല നിലവിളക്ക് കാണാം. ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഴയൊന്നുമില്ല കേട്ടോ. നല്ല അന്തരീക്ഷം തെളിഞ്ഞിട്ട് കാണുന്നുണ്ട്. മോർണിംഗ് ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ രാവിലത്തെ റൈഡിങ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ പറയാറുണ്ട്, കുറച്ച് സമയം നമ്മൾ മോർണിംഗിലാണെങ്കിൽ നമ്മൾ വാഹനം ഹോൾഡിൽ ഇടുക കേട്ടോ. ഇത് ആർക്കും ചിലപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പം എന്താ പറയുക, ഒരു മടുപ്പ് വരുത്തുമെങ്കിലും നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ലൈഫ് നിലനിൽക്കും എന്നതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ മോർണിംഗ് ആണ്, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ കാണുന്നതാണ് എൻ്റെ വീട് ഗൈസ്. താഴത്തെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ പണി ബാക്കിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് വാർപ്പ് കഴിഞ്ഞ് അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ ഷോർട്ടായി. സോ നമ്മൾ എന്താ പറയുക, അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ റിവേഴ്സ് ആണ് വാഹനം ഇറക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന വീട് നമ്മുടെ ഫാമിലിയുടെ വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് ആണ് നമ്മുടെ വണ്ടി ഇറക്കി കീക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുവഴിയാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഞാൻ കാണിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമായിരിക്കാം ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ. മോർണിംഗിൽ നമ്മുടെ നാടിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഈ ഒരു രസമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. പ്രഭാതം പൊട്ടി വിടരുന്ന ഈ ഒരു സമയം അടിപൊളിയാണ് കേട്ടോ. മോർണിംഗ് റൈഡൊക്കെ ആസ്വദിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു എന്താ പറയുക, എത്രത്തോളം അത് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. മോർണിംഗ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സോ അവരെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ, നല്ല ഇപ്പോൾ ഓണമൊക്കെ അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ പൂക്കളം ഒക്കെ ഒരു വൈബ് വരുന്നൊരു സമയമാണ് അല്ലേ. ഇത് നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രമാണ് കേട്ടോ, പുതിയ മടപ്പുര. ഭഗവാനെ, മോർണിംഗിലൊക്കെ ചേട്ടന്മാരൊക്കെ പണിക്ക് പോയി തുടങ്ങി. നമ്മുടെ ഗ്ലാസ്സിന് നല്ല രീതിക്ക് മിസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വല പിടിച്ച പോലെ നിങ്ങൾ കണ്ടില്ലേ. അതാണ് കേട്ടോ. നമ്മുടെ പള്ളിക്കുന്ന നമ്മുടെ മെയിൻ ജംഗ്ഷൻ എത്തി കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് സൂക്ഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇതുപോലുള്ള ജംഗ്ഷനിൽ നിന്ന് കയറുമ്പോൾ. നമുക്ക് കാണുന്ന രീതിയിൽ നമ്മൾ നോക്കണം. ഒരു വൈറ്റ് പോളോ കാർ നമ്മുടെ മുന്നിലൂടെ ചീറിപ്പായി നമുക്ക് കാണാം. ഇതുപോലെയാണ് വാഹനം വരിക. അപ്പോൾ നമ്മളെന്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നത് വരെ നമ്മൾ നോക്കണം കൃത്യമായി. ചെറിയ മട്ടത്തിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും വണ്ടി എടുക്കാൻ ശ്രമിക്കരുത്. കാരണം വലിയ പ്രശ്നമാണ്. സോ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ സേഫ്റ്റി ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സേഫ്റ്റി എങ്ങനെയാണ്. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എത്ര മാറ്റി വെക്കാൻ പറ്റാത്ത അത്യാവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വാഹനം കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓടിക്കാൻ പാടുള്ളൂ. നമ്മുടെ തിരക്കൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് മൂന്നാം കിട ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ സേഫ്റ്റി മാത്രമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. പല ആൾക്കാരുണ്ട് ജംഗ്ഷനൊന്നും നോക്കില്ല, തിരക്ക് പിടിച്ചെടുക്കുന്ന പല ആളും. മറ്റുള്ള വണ്ടികൾ ബ്രേക്കിൽ കാല് വെച്ചോട്ടെ, അവർ നിർത്തിക്കോളും എന്നുള്ള കണ്ടീഷനിൽ എടുക്കുന്ന ഒരുപാട് ആളുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ തന്നെ ഒരു ചേട്ടന് സ്ലീപ്പറാണെന്ന് തോന്നുന്നു, ചൂലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, നല്ല വലിയ ചൂല്. സ്ലീപ്പറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പുച്ഛിക്കൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ക്ലീനിങ് എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ കാണാം, ഒരുപാട് നമ്മളെ മുനിസിപ്പാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഏട്ടന്മാരും ഒരുപാട് ഏച്ചിമാരെയും നമ്മൾ കാണലുണ്ട് രാവിലെ തന്നെ. സത്യത്തിൽ പറഞ്ഞാൽ അവരെ പോലുള്ള എന്താ പറയുക ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പരിസരം നീറ്റായി ഇരിക്കുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറയുമ്പോൾ പല ആളും പറയും അവർ ജോലിയല്ലേ, അവർക്ക് കൂലി കിട്ടില്ലേ എന്നൊക്കെ പറയും. എന്ത് ജോലി ആയാലും എന്ത് കൂലി കിട്ടിയാലും ആ ഒരു മേഖലയിലോട്ട് വരുന്ന ആൾക്കാർ കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ.
ഒരുപാട് ആൾക്കാർക്ക് ദുരഭിമാനം ഉള്ളത് കൊണ്ട് പല ആളും വരില്ല. അങ്ങനെ വരുന്ന ആൾക്കാരാണ് ആ തൊഴിലെടുത്ത് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ദുരഭിമാനത്തിൻ്റെ പേരിൽ പ്യൂണിൻ്റെ പോസ്റ്റ് പോലും കിട്ടിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ തറവാട്ട് മഹിമ പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ദുരഭിമാനം എന്ന് മാറ്റുന്ന അന്നേ നമ്മൾ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. ഇവിടെ നമ്മളെ റാന്തലിൻ്റെ ഹോട്ടൽ പരിസരത്ത് എത്തി കേട്ടോ. റാന്തൽ നമ്മുടെ കെബാൻ ബാമ്പുവിൻ്റെ ഒക്കെ പരിസരം. ഓണം ആയിക്കഴിഞ്ഞാൽ പിന്നെ റോഡുകളിലെല്ലാം ഇനി ഓണത്തിൻ്റെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം തന്നെ ഇവിടെ ഫെയറൊക്കെ വന്നു. കണ്ണൂരിപ്പം എക്സിബിഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മളൊന്നും അങ്ങോട്ട് പോയില്ല കേട്ടോ. ബസ്സുകളും പുറപ്പെട്ട് തുടങ്ങി. ആകെ മാത്രം ഒരു കുഴപ്പമേ ഉള്ളൂ, ഈ ചേട്ടന്മാരുടെ റൈറ്റ് കയറ്റിയുള്ള എടുപ്പ് മാത്രമേ ഇവിടെ കുഴപ്പമുള്ളൂ കേട്ടോ. ഈ ബസ്സൊന്നും പുറപ്പെട്ടില്ല. ഇതൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനാവുന്നേ ഉള്ളൂ, സമയമാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ വീഡിയോയിൽ ഞാൻ കണ്ണൂർ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചപ്പോൾ വിഷ്ണു എന്നാന്ന് വടക്കേക്കരയോ അങ്ങനെ ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നീ എന്തിനാണ് നാടും സ്ഥലമൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ ആർക്കാ കാണണ്ടേ? ചേട്ടനോടുള്ള മറുപടി ഒന്നുമല്ല, പൊതുവേ ഞാൻ പറയുന്നതാണ്. ഞാൻ എൻ്റെ നാടല്ലാണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ നാട് വന്ന് കാണിക്കണം. എൻ്റെ നാടാണ് കണ്ണൂര്. കണ്ണൂരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ജന്മനാടെന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ജന്മനാട്. ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, എല്ലാ നാട്ടിലും ഉണ്ട് പ്രശ്നക്കാർ. സോ അതിൻ്റെ ആ ഒരു വൈബിലെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണൂരിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള നമ്മുടെ കണ്ണൂർ നഗരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡാണ്. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ മൃഗാശുപത്രിയുടെ ഭാഗമാണ്. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മോർണിംഗിൽ ഒരു മോർണിംഗ് ടീ നമ്മൾ കുടിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നമുക്ക് നൈസായിട്ട് നമ്മൾ വണ്ടി ഒതുക്കുന്നു, നമ്മൾ ചായ കുടിക്കുന്നു. ചായ കുടിച്ചതിന് ശേഷമാണ് ബാക്കിയെല്ലാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മൃഗാശുപത്രിയുടെ പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടാണ് ബാക്കി. മോർണിംഗിൽ ചായ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മളെ ചായ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ഭീകരന്മാരെ കണ്ടത് കേട്ടോ. ആഫ്രിക്കൻ ഒച്ചുകളാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള സാധനങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ കാലിനെ കൊണ്ട് തട്ടി ചാടുന്നു, അതിനെ ചവിട്ടുന്നൊക്കെ ഉണ്ട്. നമ്മളേതായാലും ഇവനെ ഉപദ്രവിക്കാനൊന്നും നിന്നില്ല കേട്ടോ. എന്തൊക്കെയായാലും ഒരു ജീവിയാണെന്നുള്ള പരിഗണന ഞാൻ കൊടുത്തിട്ടുണ്ട്. മോർണിംഗിൽ നമ്മുടെ കണ്ണൂർ നഗരം ഉണരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭായിമാർ പണിക്ക് പോകുന്നുണ്ട്, ബസ്സുകൾ പുറപ്പെട്ടു, വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്വന്തം കണ്ണൂരിൻ്റെ മുനിസിപ്പാലിറ്റി വാഹനം വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരു കാക്കയുടെ പടം കാണാം. കാക്ക ഒരു ചൂല് കൊത്തിപ്പിടിച്ച വീഡിയോ. കാക്ക തന്നെ ശരിക്കും ഒരു ക്ലീനിങ് മെഷീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മമ്മ എന്ന് തന്നെ പറയണം. നമ്മുടെ അമ്മയുടെ ഒക്കെ പ്രായം ഉണ്ടാവും. അപ്പോൾ വന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചായയൊക്കെ വാങ്ങിത്തരണം എന്ന്. അപ്പോൾ ഞാൻ അവർക്കൊരു ചെറിയൊരു പൈസ രാവിലെ കൊടുത്ത സമയത്ത് അവർക്ക് ആ പൈസയോടുള്ള ബഹുമാനം നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല. അവരെ പോലുള്ള എന്താ പറയുക പ്രായമുള്ള ആൾക്കാരായിട്ടുള്ള, ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്ന പ്രായമുള്ള ആൾക്കാർ, എല്ലാവർക്കും പൈസ കൊടുക്കണം എന്നുള്ള മോട്ടിവേഷനല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരെ പോലുള്ള ആൾക്കാർക്ക് ആ പൈസയോടുള്ള ബഹുമാനം നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഭക്ഷണമായാലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെ വില പല ആൾക്കാർക്കും അറിയില്ല. അത് വില അറിയണമെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു നോക്കണം. ആ ഒരു സംഭവം അവരൊക്കെ എത്ര എന്താ പറയുക പൊന്നു പോലെയാണ് ആ ഒരു സംഭവം കണക്കാക്കുന്നത്. വീട്ടുകാരുടെ ചിലവിൽ ജീവിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവർക്കൊന്നും പൈസേൻ്റെ വില അറിയണമെന്നില്ല. കാരണം വീട്ടിൽ ചിലപ്പോൾ അച്ഛനായിരിക്കാം, ചിലപ്പോൾ അധ്വാനിക്കുന്നത് മറ്റ് പല ആൾക്കാരും ആയിരിക്കാം. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനാണ്. അപ്പോൾ അതുപോലെ പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് സ്ഥാനത്ത് നിന്ന് വീടിൻ്റെയൊക്കെ ചിലവ് കൈകാര്യം ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എനിക്കൊക്കെ ആ ഒരു അവസ്ഥ കൃത്യമായിട്ട് അറിയാം. പല ആൾക്കാരും ഉണ്ട് അത് അറിയാതെ. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സുഖമായിട്ട് അല്ലെങ്കിൽ പല സംഭവങ്ങളും അനുഭവിച്ച് കഴിയുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മൾ മോർണിംഗിൽ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. ഏതായാലും ഇന്നത്തെ ആ ഒരു സംഭവം എനിക്ക് എന്താ പറയുക, ആ ഒരു ചെറിയൊരു പൈസ കൊടുത്തു എന്നതല്ല,
അതിലെനിക്കൊരു സംതൃപ്തിയുണ്ട്. പക്ഷേ ആ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങോട്ട് എന്താ പറയുക, ഒരു വിഷമം എനിക്ക് തോന്നിയ ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. നമ്മൾ വിചാരിച്ച എല്ലാ പ്രശ്നവും ക്ലിയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ AKG ഹോസ്പിറ്റലിൻ്റെ പരിസരത്താണ് നമ്മൾ എത്തിയത്. നമ്മളിന്ന് പുതിയൊരു ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടിയതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർക്കും കാണാം. അറ്റ്ലീസ്റ്റ് ഉപദേശവും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഞാൻ പറയുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അവരെ വഴിക്ക് സ്വസ്ഥമായിട്ട് അവരെ വിടുക. കഴിയുന്നതും വീട്ടിലുള്ള ആൾക്കാർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസേനെ കൊണ്ട് കോലാഹലം കളിക്കുന്ന ആൾക്കാരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ സ്റ്റൈലിന് നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ അതിനെങ്കിലും സ്വന്തമായിട്ട് വരുമാനം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കാരണം എൻ്റെ അറിവിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് വരുന്ന പല ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ ഉൾപ്പെടെയുള്ള പ്രായമുള്ള പല ടൈപ്പിലുള്ള ആൾക്കാരും വീട്ടുകാരെ കുറേ ആൾക്കാർ എന്താ പറയുക, അവരെ പഞ്ഞിക്കിട്ട ചരിത്രം വരെയുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി. അവർ കുത്തുവാളെടുക്കും. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഉപദേശമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിസരത്ത് കൂടെ നമ്മൾ രാവിലെ മോർണിംഗിൽ നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഒരു റൈഡ് നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റിലും പല ആൾക്കാരും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ഡ്രൈവർമാർ മുതൽ പല കടകളിലേക്കും സപ്ലൈ ചെയ്യുന്ന ചേട്ടന്മാർ, അതായത് പലഹാരങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ചേട്ടന്മാർ മുതൽ ഇതുപോലുള്ള ഭിക്ഷയാചിച്ചിരിക്കുന്ന ഒരുപാട് അമ്മമാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ നേരത്തെയും ഞാൻ പറഞ്ഞു, നമ്മളിതൊരു മോട്ടിവേഷനൊന്നുമല്ല ചെയ്യണമെന്ന്, അതൊക്കെ ഓരോ ആളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സോഷ്യൽ ആനിമലാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വലിയ സംഭവമൊന്നും അല്ല എങ്കിലും നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുവട്ടം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് എങ്കിലും ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ധരിച്ചു വെച്ചേക്കുന്നത് നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലി ആണ് എന്നാണ്. എന്നാൽ അതൊന്നും അല്ല. നിങ്ങൾ കാണേണ്ടത് വീട് പോലും ഇല്ലാത്ത, അതായത് സ്വന്തമായി വീടില്ലാത്ത, അല്ലെങ്കിൽ ഉടുക്കാനായിട്ട് സ്വന്തമായിട്ട് വസ്ത്രമില്ലാത്ത ആൾക്കാർ, ഒരുപാട് ആൾക്കാർ തെരുവിലൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അതിൻ്റെ എന്താ പറയുക, ശരിക്കും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവരിവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് തന്നെ, നമ്മുടെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ചെറിയ കുട്ടികളാണ് അവർ. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അവിടെ ബലൂണ് വിൽക്കാനൊക്കെ വന്നിട്ട്, അതായത് രാജസ്ഥാൻകാരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരൊക്കെ വന്ന് ഒരുപാട് ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കാണാം. അതിലൊക്കെ വളരെ ചെറിയ കുട്ടികളുണ്ട്. നമുക്ക് കാണുമ്പം സത്യത്തെ പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നും, അത്രയും ചെറിയ കുട്ടികളൊക്കെ. പക്ഷേ അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? തൊഴിലിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. നമ്മളെപ്പോലുള്ള പല മലയാളികളും, നമ്മുടെ നാട്ടിലുള്ള മലയാളികളൊക്കെ ഒരു പണിക്ക്, ഇപ്പം എനിക്കൊക്കെ നല്ല അനുഭവമുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ പണിക്കൊക്കെ വിളിച്ച സമയത്ത് മലയാളികൾ ഇട്ട് കഷ്ടപ്പെടുത്തിയ ഒരവസ്ഥ ഞാനത് വീഡിയോയിൽ പലവട്ടം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അത് ആ വീഡിയോ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മലയാളിയെ വിളിച്ചാലും അതുപോലെ തന്നെ നമ്മളൊരു അന്യസംസ്ഥാനക്കാരനെ വിളിച്ചാലും ഉള്ള മാറ്റം, അത് മാറ്റം തന്നെയാണ് കേട്ടോ. പൊതുവേ നമ്മൾ മലയാളികളുടെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച അവർ പണിക്ക് പോവില്ല. അത് അവരുടെ ഒരു എന്താ പറയുക, എന്തോ ഒരു നേർച്ച വെച്ച പോലെയാണ് അവർ. പിന്നെ രണ്ടാമത്തെ ഒരു ബേസിക്കലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ നമ്മൾ പറയുന്ന പോലെ അവർ കേൾക്കില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു മുതലാളി ആയിരിക്കാം, നിങ്ങളൊരു വീട്, ഒരു മുതലാളി മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു കൂരയാണ് നിങ്ങൾ കെട്ടുന്നതെങ്കിൽ പോലും അത് നിങ്ങളുടെ ചെലവിലാണെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഓണർ. സോ അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരും അവർ. അങ്ങനെ ചെയ്യേണ്ട, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ അവകാശത്തിനെ അവിടെ നിഷേധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഗായ്സ്. വീട് അല്ലെങ്കിൽ വീടിൻ്റെ പണിയൊക്കെ എടുപ്പിച്ചിട്ടുള്ള പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ മതി. ഇപ്പം എൻ്റെ വീട്ടിലിപ്പം ഞാൻ, എൻ്റെ അമ്മ, അതുപോലെ എൻ്റെ അനിയത്തി, അവിടെ മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഫാദർ മരിച്ചിട്ട് ഏതാണ്ട് ഒരു 5 വർഷം ഏതാണ്ടായി. 2020 അപ്പം ആ സമയം തൊട്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ കാര്യങ്ങളും അതുപോലെ തന്നെ ടോട്ടലി കൈകാര്യം ചെയ്യേണ്ടത്, വീട്ടിൽ ലോണായാലും അല്ലെങ്കിൽ വീട്ടിലുള്ള ചിലവുകളായാലും, ഇപ്പോൾ അനിയത്തി, നമ്മുടെ അമ്മ, അതൊക്കെ ചിലവുകളൊക്കെ ആയാലും ഞാൻ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. സോ നമുക്കിതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. എനിക്ക് 26 വയസ്സുണ്ട്.
അപ്പോൾ ഞാൻ കണ്ട എൻ്റെ ഒരു ചെറിയ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് പ്രായമുള്ളൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവാം. ഏട്ടന്മാരെ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ നിങ്ങളെയൊക്കെ ഉപദേശിക്കുന്നതൊന്നുമല്ല. എനിക്കുണ്ടായ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിക്കുളം ഭാഗത്തെത്തി. ഇവിടെയാണ് നമ്മുടെ JBS കോളേജ് വരുന്നത്. ഈ ഒരു ബസ് ഷെൽട്ടറിൽ രാവിലെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ റൗണ്ട്സ് പീപ്പിൾസിനെ ഒന്നും രാവിലെ വേറെ കാണുന്നില്ല കേട്ടോ. അതായത് ബൈക്ക് റൈഡേഴ്സ് ഒരുപാട് ആൾക്കാരെ കാണുന്നില്ല. സാധാരണ അവരുടെ മുടിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് പയ്യന്മാരുണ്ടാവും. രാവിലെ അവരുടെ മുടിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഷേപ്പാണ്. കാരണം വാഹനത്തിൽ അങ്ങനെ പോയാൽ മാത്രമേ ഏതെങ്കിലും പെൺകുട്ടികളെ വളക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബഹുമാനപ്പെട്ട കുട്ടികൾ രാവിലെ വരുന്നത് കേട്ടോ. അവരുടെ കഷ്ടപ്പാടും കൂടെ ഗേൾസെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം മോർണിംഗിൽ അങ്ങനെ എന്താ പറയുക, മുടിയൊക്കെ സെറ്റാക്കി വരണമെങ്കിൽ വലിയൊരു പാട് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇത് പുതിയൊരു ഭാഗത്തോടെ എത്താറായി. ഇവിടെയാണ് കാറിൻ്റെയൊക്കെ അത്യാവശ്യം AC അതുപോലെ തന്നെ മറ്റ് പാർട്സുകളായാലും മെക്കാനിക്കൽ സൈഡൊക്കെ ആയാലും ഇവിടെ നിന്ന് നന്നാക്കി കിട്ടുന്നതാണ് കേട്ടോ. ഇത് പുതിയൊരു ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ടൈൽസിൻ്റെ ഗോഡൗണൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ബാറാണ് കേട്ടോ. നമ്മുടെ അടിച്ചേട്ടന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അടുത്ത ഭാഗത്ത് കാണുന്നത് ബാറ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ, അതായത് ഹോട്ടൽസ് ആണ് കൂടുതലും വന്നത്. ഹോട്ടൽ അതുപോലെ തന്നെ ഇവിടെ മുന്നേ എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ ഒരു ഭാഗം ബ്ലോക്കായിരുന്നു. അല്ല, ഇവിടെ ഓപ്പൺ ആയിരുന്നു ഈ ഒരു ഭാഗം. പക്ഷേ ഇപ്പോൾ അടുത്ത് നമ്മുടെ അതായത് ഇവിടുന്ന് കാട്ടാമ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡുകൾ അവർ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതുവഴി ഇപ്പം പോകാൻ പറ്റില്ല, താഴോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, ജംഗ്ഷനിൽ നിന്ന് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ ചുറ്റി വളഞ്ഞ് വേണം നമ്മൾ കയറാൻ. ഈ ഒരു ഭാഗം കണ്ടോ, ഇതുവഴി നമ്മൾ വന്ന് ഏതാണ്ട് ഇവിടെയാണ് കുറച്ച് മുന്നോട്ട്. ഞാൻ കാണിച്ചു തരാം, കൃത്യമായിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഏതാണ്ട് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റിലോട്ട് അടിക്കുന്നത്. ഈ ഒരു റോഡ് കണ്ടോ ഇവിടെ നിന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഈ റോഡ് നമ്മൾ ചുറ്റി, അതായത് നേരെ പോയി നമ്മൾ അവിടുന്ന് U-ടേൺ എടുത്ത് വേണം നമ്മൾ വരാൻ. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ട് ഓടിക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. പുതിയൊരു ഭാഗം കണ്ണൂർ പുതിയൊരു ഭാഗത്ത് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവാം. ഈ ഒരു ഭാഗത്തെ റോഡ് വളരെ ചെറിയ റോഡാണ്, പ്രത്യേകിച്ച് ഡിവൈഡറും കൂടെ ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 വേ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ ഒരുപാട് അപകടങ്ങൾ, അതായത് പല വണ്ടികളും ബസ്സുകളും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ പരസ്പരമുള്ള അപകടത്തിൽ ഈ ഒരു സംഭവം മാറ്റി. പിന്നെ ഇപ്പോൾ അടുത്ത് ഈ ഒരു സംഭവം ഈ U-ടേൺ അടിക്കുന്ന രീതിയിൽ, അതായത് ചുറ്റി വളഞ്ഞ് വന്ന് ഇവിടുന്ന് U-ടേൺ എടുക്കുന്ന രീതിയിലാക്കി മാറ്റിയതാണ്. ഇതൊരു നല്ല കാഴ്ചപ്പാടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം അത്യാവശ്യം ബ്ലോക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വണ്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഇല്ല. നമ്മളൊരു നാട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒന്നാമത് നമ്മളത് ചെയ്ത് നോക്കുക, പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കുക, അങ്ങനെയല്ലേ? ഇതങ്ങനെയല്ല, പാടെ നമ്മൾ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പല ആൾക്കാർക്കും അവർ മനസ്സിൽ ഉന്നയിക്കുന്നത്. ആ ഒരു സംഭവം അത്ര നല്ലതല്ല, ഒരു മോശം കൺസെപ്റ്റാണ് ആ സംഭവം. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങണമെങ്കിൽ തുടങ്ങി നോക്കുക. നമ്മുടെ കൂടെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ. എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ചെയ്യാം, പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ. ഈ വഴിയാണ് നമ്മൾ U-ടേൺ എടുക്കുക കേട്ടോ. ഒരു ലോറി ചേട്ടൻ U-ടേൺ എടുക്കുന്നുണ്ട്. ചേട്ടൻ എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്കും കയറാം കേട്ടോ. അടിപൊളി ലോറിയാണ്. 4 4 8 10 12 വീലാണ് കേട്ടോ ചേട്ടൻ്റെ. സോ ഇതുപോലുള്ള വാഹനങ്ങൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് ക്രഷ് കാണിച്ച് ഡ്രൈവ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ നമ്മൾ ഒതുക്കി കൊടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് കഴിക്കാനുള്ള നിത്യോപയോഗ സാധനമായിട്ടുള്ള പല സാധനങ്ങളും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇവരെ പോലുള്ള ഏട്ടന്മാർ. സോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾ തന്നെയാണ് കേട്ടോ. ലോറിക്കാരാണ് അല്ലെങ്കിൽ ഡ്രൈവർമാരാണെന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്, നല്ല റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണ്. കാരണം ഒരു സമരം അവർ ചെയ്തു കഴിഞ്ഞാൽ, അവരെ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ അവസ്ഥ. കേരളത്തിൽ അടുപ്പ് പുകയില്ല മക്കളെ. അതുകൊണ്ട് നമ്മൾ പല ആൾക്കാരും ഉണ്ട് അവരുടെ മുന്നിലൊക്കെ വെച്ച് ഷോ കളിക്കുന്ന ഒരുപാട് ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കും എന്താ പറയുക, നമുക്കും ചില സമയത്ത് ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഒരു AI ചേട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ശ്രദ്ധിക്കണം, AI ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വണ്ടിക്കാറാണ്, വലിയ വലിയ വണ്ടിക്കാറാണ്. നമ്മൾ കാല് തൊട്ട് തൊഴൊന്നും വേണ്ട, നമ്മൾ പരമാവധി എന്താ പറയുക, അവർക്ക് വേണമെന്ന സൗകര്യം. പല ആൾക്കാരും പറയാറുണ്ട് അവരിപ്പം
കേരളത്തിലെ നിയമം വെച്ചിട്ട് അവർക്ക് ഒരുപാട് ഫൈനും കിട്ടുന്നുണ്ട്. കാരണം റൈറ്റ് സൈഡ് കയറുന്നതുകൊണ്ട്. ഇപ്പോൾ അവർക്ക് പോകേണ്ടത് ലെഫ്റ്റ് ഭാഗം ചേർന്നാണ്. പക്ഷേ ഇടത് ഭാഗത്ത് ആകുമ്പോൾ ബൈക്കുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വാഹനങ്ങൾ, ഓട്ടോകൾ, നമ്മളെ പോലുള്ള കാറുകൾ, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോകുമ്പോഴോ ചിലപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. സോ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, റൈറ്റ് സൈഡ് കയറുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ നിയമം വെച്ച് അവർക്ക് റൈറ്റ് സൈഡ് കയറി കഴിഞ്ഞാൽ അവർക്ക് ഫൈനും കിട്ടുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ പോലുള്ള ആൾക്കാർക്ക് ഫൈൻ അടിച്ച് കൊടുത്തിട്ട് നമുക്കിവിടെ ഒന്നും നേടാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വേണുന്ന സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ലോറിക്കാരാണ്. സോ നമ്മളത് മനസ്സിലാക്കണം. സത്യത പറഞ്ഞാൽ ഞാനൊരു കാര്യം കൂടെ പറയാം, അതിന് ആർക്കും കുരുവൊട്ടൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലെ ബസ് നമുക്കെല്ലാവർക്കും അറിയാം. ബസ് സർവീസ്, ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണാം, ഒരുപാട് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ജോലിക്ക് പോകുന്ന ഏട്ടന്മാരൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബസ്സിനെ ആശ്രയിച്ചാൽ. പക്ഷേ ഒരു ബസ് സമരം ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റുന്നതിനേക്കാളും അതിൻ്റെ 10 മടങ്ങ് നമുക്ക് പ്രശ്നം ഉണ്ടാവും ലോറി സമരം വന്നു കഴിഞ്ഞാൽ. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ലോറിനെ പറ്റി പറയുന്നത്, നീ എന്താ ലോറി ഡ്രൈവർ ആണോ? ഞാനും ലോറിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഗൈസ്. എനിക്ക് ഹെവി ലൈസൻസും ഇല്ല, ഞാൻ ഇന്ന് വരെ ലോറി ഓടിച്ചിട്ടുമില്ല. എൻ്റെ വീട്ടിലാരും തന്നെ ലോറി ഓടിക്കുന്ന ആരുമില്ല. സോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കൃത്യമായിട്ടുള്ള കാര്യം. നമ്മുടെ ബസ് സമരം വരുന്നതിൻ്റെ ഒരു 10 മടങ്ങ് പ്രശ്നമാണ് ലോറി സമരം വന്നു കഴിഞ്ഞാൽ. കാരണം ബസ് സമരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറെ മറ്റ് വാഹനങ്ങൾ പിടിച്ച് പോകണം, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ, സോ ഒരു 3 ദിവസം കൂട്ട് ഓക്കെ. പക്ഷെ ലോറി സമരം വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല അവസ്ഥ. കാരണം നിങ്ങളുടെ വിപണിയിലോട്ട് വരുന്ന ഭക്ഷ്യസാധനത്തിന് വരെ വില കൂടും, നല്ല രീതിക്ക് കൂടും ഗൈസ്. അതായത് ഇപ്പം ചില സാഹചര്യങ്ങളിലൊക്കെ തക്കാളിക്കൊക്കെ 1 കിലോത്തിന് 100 മേലെ, അതായത് 100 രൂപയിൽ മേലെ വരെ വന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അതുപോലെയുള്ള ഡ്രൈവർമാർക്ക് നമ്മൾ എന്താ പറയുക, അവർക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള അവസരം ഒരുക്കുക എന്നുള്ള കാര്യം നമ്മുടെയും കൂടെ കടമയിൽപ്പെടുന്ന കാര്യമാണ്. അവരെ എന്താ പറയുക, വണ്ടി കുറുകനെ വെച്ച് ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ഷോ കളിക്കാനൊന്നും പോകരുത് കേട്ടോ. മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 2023 തോന്നുന്നു സംഭവം. നമ്മുടെ കണ്ണൂർ തന്നെ, നമ്മുടെ കണ്ണൂർ ചെട്ടിപ്പേടിയ ഭാഗത്ത് വെച്ച് 3 പയ്യന്മാരെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം റേഞ്ച് ഒരു 10-26 നമ്മുടെയൊക്കെ ഒരു ഏജ് വരും. അപ്പം ലോറി തടഞ്ഞു വെച്ച് ആ ലോറിക്കാരനോട് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ അരി വേവിക്കാൻ നോക്കണ്ടെന്ന്. മാസ് ഡയലോഗാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജനപ്രിയ നാടൻ, നമ്മുടെയൊക്കെ സ്വന്തം ലാലേട്ടൻ വരെ സിനിമയിൽ ഇത്രയും മാസ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ലോറി സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞാണ് പ്രശ്നം. ഓക്കെ ശരി, ചിലപ്പോൾ ആ ഒരു റോഡ് കണ്ടാൽ അറിയാം വളരെ ചുരുങ്ങിയ റോഡാണ്. പിന്നെ ഒരു പോളോ കാർ ഓടിച്ചാണ് ആ പയ്യന്മാർ വന്നത്. ആ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഓവർ സ്പീഡുമാണ് ആ കാറ്. സോ ചിലപ്പോൾ സ്ഥലം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അതിന് നിങ്ങൾ അവരുടെ ട്രിപ്പൊന്നും തടഞ്ഞു വെക്കരുത്. നിങ്ങളെപ്പോലുള്ള ഒരാൾ തടയുന്ന ട്രിപ്പ് നമ്മുടെ സമൂഹത്തിന് മൊത്തമായി ബാധിക്കും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള മാസ് വരിക അവസരമൊന്നും സത്യം പറഞ്ഞാൽ അവർക്ക് അവിടുന്ന് നിങ്ങളോടും മാസ് കാണിക്കാൻ പറ്റായിട്ടല്ല. പക്ഷെ നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരെന്താണ് ഉറക്കം ഒഴിച്ച് ശമ്പളത്തിന്, അതായത് വരുമാനത്തിനായിട്ട് വണ്ടി ഓടിക്കുന്ന, കുടുംബം പുലർത്താൻ വേണ്ടി വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. സോ നമ്മളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ആവശ്യത്തിന് തന്നെയാണെങ്കിലും ഈ ലോഡും വണ്ടി അതുപോലെ വലിയ വലിയ വണ്ടികൾ നൈറ്റ് ഉറക്കമൊഴിഞ്ഞ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല ഗൈസ്. നമ്മളിപ്പം പറയും എല്ലാം വാഹനം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോലും വലിയ വലിയ വാഹനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യക്ഷമതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വശങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങൾ തന്നെ നിങ്ങൾ ഓടിച്ചു നോക്കണം. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അറിവിലുള്ള, എനിക്ക് ഓടിക്കാം, ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല എങ്കിലും ഓടിച്ച് പരിചയമുള്ള ഒരുപാട് ഏട്ടന്മാരെ എനിക്കറിയാം. അവരൊക്കെ പറയുന്നത് ചുമ്മാതല്ല. കാരണം ഒരു ചെറിയ വണ്ടി നമുക്ക് ഓടിച്ചു പോകുന്ന പോലെയൊന്നും നമുക്ക് വലിയ വണ്ടി നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. നമ്മൾ എപ്പോഴും നമ്മൾ വരുന്നത് കൊണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, സൈക്കിളിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ കെട്ടിവെച്ച് ഇത് നമ്മൾ പല സമയത്തും കാണാറുണ്ട് കേട്ടോ. അപ്പം ഇവരൊക്കെ അന്യ സംസ്ഥാനക്കാരാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലയാളികളൊന്നും ഇങ്ങനെയുള്ള തൊഴിലുകളൊന്നും ഒരിക്കലും ചെയ്യില്ല. കാരണം ദുരഭിമാനം തന്നെയാണ് പ്രശ്നം. ഒരു മത്സ്യ കച്ചവടം ചെയ്യില്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സും നമ്മുടെ മലയാളികൾ ചെയ്യില്ല. വൈറ്റ് കോളർ മുണ്ട് ഷർട്ട്, അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള എന്താ പറയുക പല കാര്യങ്ങളും
ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക, ചെറിയ തരത്തിലുള്ള ജോലിക്കാണ് പോകുന്നത്. അതായത് ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളും മോർണിംഗിൽ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരുമാണ്. അതിൽ മലയാളികളും ഉണ്ട്. അവർ മലയാളികൾ മീൻസ് അവരുടെ ഏജന്റുമാരായിരിക്കും കേട്ടോ. ഇപ്പം ഈ അന്യസംസ്ഥാനക്കാരെന്ന് നമ്മൾ പറയുന്നില്ലേ, ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള പല കൺസ്ട്രക്ഷൻ വർക്കും കൃത്യമായ രീതിയിൽ നടക്കുന്നത്. ഈ സ്ഥലം കണ്ണൂർ കാട്ടാമ്പള്ളിയാണ് കേട്ടോ. കാട്ടാമ്പള്ളി ഇവിടെയാണ് നമ്മുടെ കാട്ടാമ്പള്ളി പുഴയൊക്കെ ഉണ്ട്, താഴെ കാട്ടാമ്പള്ളി പുഴ. അതുപോലെ പണ്ടത്തെ നമ്മുടെ അണക്കെട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ അണക്കെട്ട് വലിയ വർക്കിംഗ് ഒന്നുമില്ല, ഒരുപാട് കാലമായി. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് തൊഴിലാളികളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്കിപ്പോൾ അവരെ കാണാം. അവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മോർണിംഗിൽ തന്നെ എഴുന്നേറ്റ് ജോബ്, അതായത് നമ്മുടെ വർക്ക് എന്താണ് എന്ന് നോക്കുന്നവരാണ്. അല്ലാതെ ഇവിടെ ഇപ്പം വന്ന് ഒരു ഷെഡിൽ വന്നിരുന്ന്, അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസിൽ വന്നിരുന്ന്, ഒരു വായനശാലയിൽ വന്നിരുന്ന് മറ്റുള്ള ആൾക്കാരുടെ പൊയ്പ്പ് പറയുന്ന ആൾക്കാരല്ല എന്നാണ് ഞാൻ പറയുന്നത്. മലയാളികളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. കാര്യം പറയാൻ നമുക്ക് ആരും പേടിയൊന്നുമില്ല, അത് വേറൊരു വസ്തുതയാണ്. ഇതാണ് നമ്മുടെ കാട്ടാമ്പള്ളി പാലം കേട്ടോ. കാട്ടാമ്പള്ളി പാലമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഷട്ടറുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തുരുമ്പിച്ച് വന്നിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് ഒരുപാട് ഏട്ടന്മാർ മോർണിംഗിൽ വന്ന് ചൂണ്ടയൊക്കെ ഇടുന്നത്. ഞാൻ ഒരിക്കൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് കച്ചവടമാണ് എന്നാണ്. അതായത് വീട്ടിലേക്കും എടുക്കും, അതുപോലെ തന്നെ ഒരു 2, 3, 4, 5 തവണ കൂടുതലൊക്കെ മീൻ കിട്ടുകയാണെങ്കിൽ സോ അത് കച്ചവടത്തിനും വെക്കാറുണ്ടെന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞു കേട്ടോ. ഏതായാലും ഓരോ ആൾക്കാർ അവരുടേതായിട്ടുള്ള തൊഴിലേർപ്പെട്ട് അതിൽ ലാഭം കണ്ടെത്തുന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. ഏത് തൊഴിൽ ചെയ്യുന്നു എന്നതിലല്ല കാര്യം, നമ്മൾക്ക് ആ തൊഴിൽ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതും, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് വരുമാനം നമുക്ക് ഒത്തു പോകുന്നുണ്ടോ എന്നതിലുമാണ് കാര്യം. കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് തൊഴിലായാലും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ കൊയിലിയുടെ ഒരു എന്താ പറയുക, ഒരു കോളേജ് ഉണ്ട് കേട്ടോ. ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വഴിയാണ് കേട്ടോ. അതായത് നമുക്ക് അങ്ങോട്ട് നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതുപോലുള്ള റോഡുകളിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു പട്ടിച്ചേട്ടൻ നമ്മുടെ കുറേ സമയമായിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, നമ്മളെ കയറി കടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ പട്ടിച്ചേട്ടൻ. മോർണിംഗ് ആണ്, എന്താണെന്നറിയില്ല, ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെ കേട്ടോ. നമ്മളും പട്ടിയും തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത് കണ്ടോ. സോ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഹോൺ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഏട്ടന്മാർക്ക് ഇത് അറിയില്ല, ഹോൺ എന്തിനാണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെയൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടോ ഗൈസ്. ഈ ഒരു മഞ്ഞ ചെടി കണ്ടോ അല്ലേ, എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ. വീഡിയോയിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട്. നമ്മുടെ കണിക്കൊന്ന പോലെ ഉണ്ട് കാണാൻ, പക്ഷെ കണിക്കൊന്ന അല്ല കേട്ടോ, സംഭവം കണിക്കൊന്നയല്ല, വേറൊരു ചെടിയാണ് കേട്ടോ, ഒരു മരമാണ്, സോറി. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ രാവിലെ എന്താ പറയുക, മത്സ്യബന്ധനം ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ കക്കയാണ് കൂടുതൽ, അതായത് നമ്മുടെ കൂർക്ക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ കൂടുതൽ. ഇപ്പം ഇവിടെ ഏട്ടന്മാരെയൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെയൊന്നും സബലിയ ഇതൊന്നും കാണുന്നില്ല. ഇപ്പം മോർണിംഗിൽ എനിക്ക് തോന്നുന്നു രാവിലെ തോണിയൊക്കെ ആയിട്ട് ഇവിടെ എന്താ പറയുക, ഇവിടെ ഈ കക്ക എടുക്കാൻ വേണ്ടി, അതായത് കക്ക എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവർ മുങ്ങിയിട്ടാണ് കേട്ടോ. മുങ്ങി കാലിനെയും കൈയൊക്കെ കൊണ്ട് തപ്പിയിട്ടാണ് ഈ ഒരു സംഭവം എടുക്കുന്നത്. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നൊരു ലെവലിലെത്തും. നമ്മുടെ കണ്ണൂർ ഭാഗത്ത് തന്നെ ഗൈസ് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇപ്പം നല്ല രീതിക്കുള്ളൊരു വയൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ വയൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ പൊതുവെ കുറവാണ്. അപ്പോൾ സോ നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു വയൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ രാവിലെ കണ്ടോ, മോർണിംഗിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വണ്ടി പഠിക്കുന്ന ആൾക്കാരും രാവിലെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവും. അതുപോലെ മുന്നിൽ ഇപ്പോൾ ഒരു ചേട്ടൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഓടുന്നുണ്ട്. സോ അതും കൂടെ നമ്മൾ വിലയിരുത്തണം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ സൈഡ് കൊടുക്കേണ്ട കാര്യങ്ങളും, ചെറിയൊരു വഴിയാണ്, നമുക്കിവിടെ അത്ര വലിയൊരു സ്പേസ് ഒന്നും നമുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു വഴിയിലൂടെ പോകാൻ പാടുള്ളൂ. പ്രകൃതിയുടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിറഞ്ഞ ഒരു പച്ചപ്പാർന്ന ഒരു വയൽ തന്നെയാണ് ഈ ഒരു ഭാഗം. ഇവിടെ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബൈക്ക് കണ്ടോ നിങ്ങൾ, ഈ ഒരു ബൈക്ക് എന്ന് വെച്ചാൽ ഇവിടെ മോർണിംഗിൽ പക്ഷീനെയൊക്കെ നമ്മൾ എന്താ പറയുക, ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ അവരോട് ചോദിച്ച സമയത്ത് അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ജോബല്ല, അവർ മറ്റു ജോബുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക
പല ഫേസ്ബുക്കിലൊക്കെ ഇതിനെപ്പറ്റി പോസ്റ്റ് ചെയ്യാനും ഗവേഷകരെ പോലെയുള്ള, അതായത് ഈ പക്ഷി ഗവേഷകന്മാർക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ് അവരങ്ങനെ വരുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏതായാലും നല്ല വൈബ് തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, നടന്ന് വന്ന് ക്ഷീണിച്ചിരുന്നതാണോ, ഐ ഡോണ്ട് നോ. നിങ്ങൾ കണ്ടോ ഗൈസ്, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു സ്ഥലത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. കാരണം നമ്മുടെ കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള പച്ചപ്പാർന്ന വയലുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ പരിസരത്തായിട്ടുള്ള നല്ല നല്ല തെങ്ങുകളും ഒരുപാട് ഈ സ്ഥലത്ത് നമുക്ക് കാണാം. പുഴ, അതുപോലെ തന്നെ തെങ്ങ്, പക്ഷികളുടെ ആ ഒരു രാവിലെയുള്ള ആ ഒരു എന്താ പറയുക ഒരു സൗണ്ട്, അങ്ങനെ ഒരു പ്രത്യേക വൈബ്. ഇവിടെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈക്കളൊക്കെ ഒരുപാട് വരാറുണ്ട്, പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ വിത്തൊക്കെ വിതറിയത് കൊണ്ട് കൂടുതലും പൈക്കളെയൊന്നും കാണുന്നില്ല. ഇതാ ഈ ചേട്ടനാണ് കേട്ടോ. ഇവരൊക്കെ മോർണിംഗിൽ ഇവിടെ കൃഷിപ്പണിക്കായിട്ട് വരുന്നതാണ്. ഇവിടെ കൃഷി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അവരൊക്കെ രാവിലെ തന്നെ അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എത്ര തണുപ്പായാലും ശരി, എത്ര മഞ്ഞായാലും ശരി, ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് അവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്ന പല ആൾക്കാരും ഗൈസ് പെട്ടു ഗൈസ്. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ശരിക്ക് പെട്ടു. എങ്ങിട്ടാ നമ്മളൊന്ന് എടുക്കും. നമ്മുടെ കൊയിലി കോളേജിൻ്റെ വഴിയാണ് കേട്ടോ. ഈ ഒരു വഴി വന്നപ്പോൾ നമ്മൾ സത്യത്തിൽ പെട്ടു. ഞാൻ ഇതാ പറഞ്ഞത്, ഇവിടെ തിരിക്കാനും വളക്കാനും പോലും ഒരു സ്ഥലവും ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. നമ്മൾ മൊത്തത്തിൽ നമ്മൾ പെട്ടൊരവസ്ഥയാണ്. സൈഡ് കിട്ടുമോയെന്നറിയില്ല, നമ്മൾ നോക്കട്ടെ. നമ്മൾ പൂണ്ടു പോകുമെന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഈ റോഡിൻ്റെ ഒരു പ്രശ്നം. ഈ കാണുന്നതാണ് നമ്മുടെ കൊയിലി കോളേജ് കേട്ടോ. നമ്മുടെ കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ നമ്മുടെ കൊയിലി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു കോളേജാണ് നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ ഒരു ബിൽഡിങ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ ഗൈസ്, നമ്മളിതാ ഇപ്പം കണ്ട ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. ഒരു വലിയൊരു വണ്ടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഗൈസ്. വേറെ ഒരു രക്ഷ നമുക്കിപ്പോൾ ഇല്ല. അവിടെ ഒരു ചെറിയ സ്ഥലം കിട്ടിയത് കൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്തത്, അവിടെ ഇപ്പോൾ റൈറ്റിലോട്ട് നമ്മൾ സൈഡാക്കി കൊടുത്ത് ആ ചേട്ടന് പോകാൻ പറ്റിയത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം എന്താ ചെയ്യുക, അത്രേ സ്ഥലമുള്ളൂ, വേറെ ഇപ്പോൾ ഒരു രക്ഷയുമില്ല. ഇത് നമ്മുടെ വള്ളുവം കടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. മഴ സമയങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു റോഡ് ക്ലോസ് ആവാറാണ് പതിവ്. കാരണം എന്ന് വെച്ചാൽ ചില സമയങ്ങളിലൊന്നും ഈ റോഡ് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പുഴയാണ്, രണ്ട് സൈഡ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ രണ്ട് സൈഡും പുഴയാണ് ഇവിടെ. അപ്പോൾ ഈ റോഡിലേക്ക് വെള്ളം കയറി വരും. ഈ ഒരു കഴിഞ്ഞ മാസം, അതായത് ജൂലൈ മാസം തന്നെ ഇവിടെയൊക്കെ ബ്ലോക്ക് ആയൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ പൊതുവെ കാണുന്നത്. നമ്മൾ ഏതായാലും ഈ ഒരു സ്ഥലത്തേക്ക് കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ റോഡ് സ്പേസ് കുറവായതുകൊണ്ട് തന്നെ മോർണിംഗിൽ ഇവിടെ പ്രശ്നമാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ആ ഒരു വണ്ടി വന്നപ്പോൾ തെണ്ടിപ്പോയി കേട്ടോ ഗായ്സ്. നമ്മൾ മോർണിംഗിൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് രാവിലെ നടക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ണൂരുള്ള വള്ളുവം കടവ് ഭാഗത്ത് വരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അതാ നമ്മളെ പിറകിൽ നേരത്തെ കണ്ട ആ മഞ്ഞ ചെടി വീണ്ടും ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ച. ഈ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്നില്ല, ഇതൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ചത്തങ്ങ് ശൂന്യാകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുല്ലും ഉണ്ടാവില്ല കേട്ടോ.
ചുറ്റിലും നല്ല രീതിക്ക് കാടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗിൽ നടക്കാനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നിലത്തുകൂടെ ശ്രദ്ധിക്കണം. കാരണം ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇവിടെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നല്ല വെനമസ് ആയിട്ടുള്ള സ്നേക്ക് ആയിരിക്കും. ഈ സ്വർഗം എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ ചത്ത് മലന്ന് അങ്ങ് ശൂന്യാകാശത്തോട്ട് പോകുമ്പോൾ അവിടെയാണ് സ്വർഗം എന്നുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് പാടെ തെറ്റി കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയില്ലേ, ഇതിനേക്കാൾ വലിയൊരു സ്വർഗം ഈ ലോകത്തില്ല. നമ്മുടെ ഭൂമി തന്നെയാണ് സ്വർഗം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇവിടുത്തെ സ്വർഗം ഇതല്ലേ എന്നിട്ട് നിങ്ങൾ പറ.